are on our way to Germany, our first stop. Hello guys, welcome back to my channel. So we are going on a Euro trip. മാർഷലിൻ്റെ പാരൻസ് ഉണ്ട്, അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ട്രിപ്പിന് പോകണേ. സോ ഫസ്റ്റ് അവർ ഡെസ്റ്റിനേഷൻ ഈസ് മെമിങ്ങാം, വിച്ച് ഇസ് ഇൻ ജർമ്മനി. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ ജസ്റ്റ് വന്ന് ഇറങ്ങി. കുഞ്ഞ് എയർപോർട്ടോട്ടെ, വലിയ എയർപോർട്ടൊന്നുമല്ല. ഞങ്ങൾ വണ്ടി റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു, ബിക്കോസ് യു കോൺ ഡ്രൈവ്. ആദ്യമായിട്ടാണ് യൂറോപ്പിൽ ഞങ്ങൾ ഡ്രൈവ് ചെയ്യാൻ പോണേ. സോ വണ്ടിയൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെ ഷോ ചെയ്ത കാർ as well. എന്നിട്ട് പിന്നെ ഞങ്ങൾ വണ്ടിയിലെ സാധനങ്ങൾ വെച്ചിട്ട് വി ആർ ഗോൺ ഗോ ട്രാവൽ അക്കോമഡേഷനിൽ ചെക്ക് ഇൻ ചെയ്യുന്നു. എന്നിട്ട് നാളെ വി ആർ ഗോൺ ഗോ സ്വിറ്റ്സർലൻഡ്. സോ ലെറ്റ്സ് ഡു ടുഡേ ഫസ്റ്റ്. സോ മെമിങ്ങാമിൽ പ്രത്യേകിച്ച് ഞങ്ങളിന്ന് റെസ്റ്റ് എടുക്കാൻ വരാം. ഐ തോട്ട് ബി റിയലി കോൾഡ്. ഇത് ലൈക്ക് ഒരു മിഡ് സെപ്റ്റംബർ ആണ്. ഇറ്റ്സ് ലൈക്ക് സ്പ്രിങ് കാലാവസ്ഥ പോലെ എനിക്ക് ഫീൽ ചെയ്യണേ. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ കാർ. ഇതേത് കാറാ? BMW X1. മാഷലിന് ഇങ്ങനത്തെ ഒരു കാറായിരുന്നു ഗായ്സ് ആഗ്രഹം. മാഷലിൻ്റെ ആഗ്രഹം ഇതോടുകൂടി തീർന്നോളും. വണ്ടി മേടിക്കണ്ട ഇനി വേറെ റെൻറ്റിന്. ഞങ്ങൾ വോൾസ് വാഗനാണ് ആക്ച്വലി ചെയ്തത്, പക്ഷേ ആ വണ്ടി ഇല്ല. അപ്പോൾ അവർ ഞങ്ങൾക്ക് BMW തന്നു, വിച്ച് ഇസ് എ ബോണസ് ആക്ച്വലി. ജർമ്മനിയിൽ എത്തിയിരിക്കുകയാണ്. പഠിക്കാം. ഇപ്പം വെളിച്ചത്ത് ഓടിക്കണോണ്ട് കുഴപ്പമില്ല. 167 because no speed zone ആണ്. പിടിച്ചിരുന്നു. നമ്മൾ അക്കോമഡേഷൻ ടൂർ കാണിച്ചു തരാം. ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ടിങ്. അപ്പം നമുക്കൊരു സോഫ ഉണ്ട് ഇവിടെ, പിന്നെ എന്തോ തൂക്കിയിടുന്ന സാധനമൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഇവിടെ ഒരു ബെഡുണ്ട്, ഒരു ടേബിളും ഒരു ബെഡുണ്ട്. അത് നമ്മൾ കയറി തട്ട് കയറിക്കുമ്പോൾ 2 ബെഡുണ്ട് ഇവിടെ. കിച്ചണിലൊരു കോഫി മെഷീനുണ്ട്, ചായയും കോഫിയൊക്കെ ഇവിടെ ഉണ്ട്. മുകളിൽ കപ്പൊക്കെ ഉണ്ട്. നമുക്ക് എക്സോസ്റ്റ് ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്, ഫ്രിഡ്ജുണ്ട്. ഞാൻ ബാത്റൂമും കൂടി കാണട്ടെ. വാഷിംഗ് മെഷീനും ഉണ്ട്, ഹെയർ ഡ്രയറും ഉണ്ട്, പിന്നെ ടവലുകളൊക്കെ ഉണ്ട് ഇവിടെ, പിന്നെ ഷവറുണ്ട്. പ്രിറ്റി നൈസ്. എനിക്ക് വർക്ക് ചെയ്യോ? വർക്ക് ചെയ്യും. ഏത് സാധന? ഇതിങ്ങനെ വർക്കില്ലേ? ഇല്ല, ഇല്ല. നമ്മളിവിടെ ഒരു ദിവസം ഉള്ളൂ. രസമുണ്ട് നമ്മൾ ഈ വീട്ടിൽ. ഇന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണത്. പപ്പയ്ക്ക് ഈ ഗാർഡനിൽ വന്നിട്ട് 2 ഫോട്ടോ എടുക്കണം, നല്ല ഭംഗിയുണ്ടെന്ന്. മത്തങ്ങയുടെയും ഗാർഡൻ്റെ വേറെ ആരുടെ വീടാണ് എന്നാലും ഞാൻ ഫോട്ടോ എടുക്കുന്നു. ഒരു ദിവസമല്ലേ താമസിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അക്കോമഡേഷൻ്റെ അടുത്തുള്ള ലൈക്ക് ബിൽഡിങ്സ് ഒക്കെ ഭയങ്കര കുറേ പച്ചപ്പാണ് നമ്മൾ കണ്ടത്. പിന്നെ ഇങ്ങനെ മരങ്ങൾ വെച്ചിട്ട് ലൈക്ക് ഇങ്ങനെ ഫ്രെയിംസ് പോലെ പണിതിട്ടുണ്ട് അങ്ങനെ. അത് പിന്നെ ആൻഡ് ഫ്രഞ്ച് വിൻഡോസാണ് കൂടുതലും ഞങ്ങൾ കണ്ട സോഫ ഡിസൈൻ മെമിങ്ങാമിൽ. നമ്മളിന്നൊരു ദിവസമുള്ളൂ. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു ഇന്ന് കുളിച്ച് റെസ്റ്റ് ചെയ്തിട്ട് നാളെ നമ്മൾ പ്രോപ്പർ ട്രാവലിങ് തുടങ്ങും. രാവിലെ തുടങ്ങി തീരണ വരെ എക്സ്പ്ലോർ. ഞങ്ങളുടെ റൈനർ ലോക്കൽ ഫ്ലൈറ്റിലെ യാത്ര ചെറിയ ഫ്ലൈറ്റ് ആണ്. പിന്നെ പെട്ടെന്ന് പുറത്ത് കിടക്കാൻ പറ്റി. കുഞ്ഞ് എയർപോർട്ടായിരുന്നു, കുറെ ദൂരം നടക്കേണ്ടി വന്നില്ല. ചെറിയ എയർപോർട്ട്, നമ്മുടെ നാട്ടിലെ ഒരു ബസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ. അതുപോലെ ട്രെയിൻ സ്റ്റേഷൻ നമ്മുടെ കോച്ച് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് വേറെ ട്രെയിൻ, പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഇറങ്ങുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. നമ്മൾക്ക് 7 മിനിറ്റ് നടന്നാൽ മതി ടൗൺ അങ്ങോട്ട്. ഇതാണ് നമ്മുടെ ടൗൺ. എന്നിട്ട് പിന്നെ ക്വിക്ക് ഡ്രൈവ് ത്രൂ ടൗൺ എന്താ ഉള്ള കാണാൻ. ഇങ്ങനെ കുറേ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. ഭയങ്കര ക്ലീനാണ് കേട്ടോ.
സിറ്റി. ചില ബിൽഡിങ്സ് ഒക്കെ ഇച്ചിരി കളർഫുൾ ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക്. ബാക്കിയുള്ള ബിൽഡിങ്സ് ഒക്കെ എല്ലാത്തിലും കുറേ മരത്തിൻ്റെയും ഓടിൻ്റെയും ആർക്കിടെക്ചറൊക്കെ ഉണ്ട്. ഇത് ബസ് സ്റ്റോപ്പാണോ? ലുക്സ് ലൈക്ക് എ ബസ് സ്റ്റോപ്പ്. ഇതാണ് ഇവിടെ കാണാനുള്ള മോണ്യുമെന്റ് എന്നാണ് മാർഷൽ പറയുന്നത്. ടൂർ ബസ്സിൽ പോണവരുണ്ട്, പക്ഷെ എന്നെ കാർ. അതെനിക്കറിയാം. ഇതേ കണ്ട വെള്ളം വന്നു. അതെന്തോ ഇത്ര സെക്കൻഡ് ആകുമ്പോഴാണ് വെള്ളം ചുറ്റുന്നത്. അടുത്തൊക്കെ നിൽക്കാം. ആ ഫ്രണ്ടിലെ വായിൽ വെള്ളം വരും, പക്ഷെ എപ്പോഴാണ് വന്നെന്ന് പറയാനില്ല. ജീനൊക്കെ ഉണ്ട്, DNA. Let's go. എന്തെങ്കിലും നല്ല ബിൽഡിംഗ് കണ്ട അപ്പോൾ ഫോട്ടോ എടുക്കണം. ഇവർക്ക് എവിടെയെങ്കിലും നല്ല പൂ കണ്ട അപ്പോൾ ഫോട്ടോ എടുക്കണം. ഞങ്ങൾക്ക് ഇങ്ങനത്തെ വല്ല ബിൽഡിംഗ് ഒക്കെ കാണുമ്പോൾ വി ആർ ലൈക്ക്, ഓ ബിൽഡിംഗ് വന്നു, ഫോട്ടോ എടുക്കാം. എങ്ങനെയുണ്ട് ഈ ടൗൺ? നല്ല കളർഫുള്ളുള്ള ടൗൺ. പെയിൻറ്റിങ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ലൈക്ക് അതിൻ്റെ ബിൽഡിങ്സിൻ്റെ ഷേപ്പ് ഒരുപോലെ ആണെങ്കിലും അവരോരോ ബിൽഡിങ്സും ഡിസൈൻ ചെയ്തേക്കുന്ന ഡിഫറെൻ്റിലാണ്. സെൻറ്റ് മാർട്ടിനാന്ന് തോന്നുന്നത്. നന്നായി ടൗണിലേക്ക് ഒന്ന് വന്ന് വെറുതെ കാണാനായിട്ട് തീരുമാനിച്ചത്. നല്ല ഭംഗിയുണ്ട് ബിൽഡിങ്സ് കാണാൻ. ലൈക്ക് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോവാണ്. ആരണ്ടക്കട ഗാർഡനാന്നൊക്കെ തോന്നാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. അമ്മേ കിളി, സോ പ്രെറ്റി. ലൈക്ക് ഇനിയിപ്പോൾ ഞാൻ ഒരു 3, 2, 1 കൗണ്ട് ചെയ്യുമ്പോൾ സൺ ഹിറ്റ് 3, 2, 1. പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല, ബിക്കോസ് സണ്ണ് ബാക്കിലടിക്കണം. ഞങ്ങളിങ്ങനെ തിരിഞ്ഞ് കാണാൻ പറ്റും. Take you guys anyway. I'm still getting used to vlogging in public. ആൾക്കാർക്ക് ഞാൻ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് ഐ എം വെരി കോൺഫിഡൻറ്റ് വ്ളോഗിങ്. ഐ എം നോട്ട്. ഞാൻ കുറേ ബിറ്റ്സ് ആൻഡ് ബോബ്സ് ആഡ് ചെയ്തിട്ട് ലൈക്ക് I like the town because the town itself is very pretty. It's very വാഴ കാണിച്ചെന്ന്, വാഴ. ആ ഗാർഡനിൽ വാഴയുണ്ട്. ഫുൾ ബിൽഡിങ്സ് എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ദിസ് ഈസ് ദ ടൗൺ ഓഫ് ദ പ്ലേസ് വെയർ വി സ്റ്റേഡിങ്. മെമിങ്ങാം എയർപോർട്ടിൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് 1/2 മണിക്കൂർ ഞങ്ങൾ ഡ്രൈവ് ചെയ്തു. അവിടുന്ന് ഞങ്ങൾ വണ്ടി എടുത്തു. എങ്ങനെയുണ്ട് സോ ഫാർ? റൈറ്റ് ആണോ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്? ഓപ്പോസിറ്റ് വാട്ട് വി യൂസ്ഡ് ബേസിക്കലി. ബിക്കോസ് ദുബായിൽ അങ്ങനെയാണല്ലോ അല്ലേ? ഞാനിപ്പോഴും വണ്ടി മാർഷൽ എടുക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കും, എന്തിന് മാർഷൽ ഇതിക്കൂടെ പോണേ? മാർഷൽ എന്താ ലൈക്ക് ഇതിക്കൂടല്ലേ പോകണേ? പിന്നെ ഐ ജസ്റ്റ് റിയലൈസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കൊരു സ്ഥലത്ത് നിന്നും ഞാൻ വിച്ച് റാൻഡംലി വാക്ക് അബൌട്ട് ആൻഡ് ഡു സ്റ്റഫ്. ടൗൺ എക്സ്പ്ലോർ ചെയ്ത് ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. വി ജസ്റ്റ് വോക്ക്ഡ് അറൗണ്ട് ലിറ്റിൽ ബിറ്റ്. കാണാൻ പറ്റുന്ന കണ്ടിട്ട് നമുക്ക് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. ഓൾ ദെയർ ട്രാവൽ ആൻഡ് സ്റ്റോപ്പിംഗ് ആൻഡ് ഡെസ്റ്റിനേഷൻസ് ആണ്. ആൻഡ് ഹി റിയലി വാണ്ട് ടു ടേക്ക് എ ഫോട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേക്കണം. ആ ബിൽഡിംഗ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സിനിമയിലെ കാണുന്ന പോലെ പൂക്കളുടെ ഉള്ളിൽ നിന്നും ടൗൺ.
ടൗണിനെ പറ്റി പറയും. ടൗൺ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എന്നുള്ളത് വളരെ വ്യത്യസ്തമാണ്. നല്ല മോണമെൻറ്റ്സ്, നല്ല ബിൽഡിങ്ങുകളെല്ലാം, കുറേ പെയിൻറ്റിങ്സ് പല ഒക്കെ കളറുകൾ ഉള്ള ബിൽഡിങ്ങുകൾ, ഓൾഡ് ബിൽഡിങ്സാണ്. വണ്ടിയിൽ പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്ത് ജർമ്മനിയിൽ വന്നിട്ട് ആദ്യത്തെ ടൗണാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. നല്ല ചെന്ന് മാനയൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ ഇവിടെ വന്നല്ലോ. ആണ് ഏറ്റവും ടോപ്പ് പാർക്കിൻ്റെ ഇവിടെയുള്ള വ്യൂ. നമ്മൾ ഇവിടെയാണ്, ഈ ഡോട്ടിൻ്റെ അവിടെ. ഇതാണ് നമ്മുടെ മാപ്പാണത്. അത് റെസ്റ്റോറൻ്റ് ആണ്, അവിടെ പാർക്കുണ്ട്, അനിമൽസിനെ കാണാം. ആൻഡ് അതാണ് വ്യൂ. ഞാൻ വെച്ചാൽ ക്വിക്ക് അപ്ഡേറ്റ് തരാം, ഞങ്ങൾ എന്തൊക്കെയാണ് പരിപാടികൾ ചെയ്യുന്നത്. ഞങ്ങൾ മെമ്മിങ്ഹാം എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അന്നേരം അവിടെ ചെന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓസ്ട്രേലിയയിലാണ് ഇപ്പോൾ ഉള്ളത്. ഓസ്ട്രേലിയയിൽ ഞങ്ങൾ കേബിൾ കാറിൻ്റെ സംഭവത്തിൽ പോയി. And then അത് കഴിഞ്ഞിട്ട് we are on the way to now Switzerland, which is another drive. Now we are going another 1 hour, 1.5 hours drive to Switzerland. And then that's our അവിടെ ഒരു വ്യൂ പോയിന്റ്, ഒരു പോയിന്റ് നമ്മൾ കാണാൻ പോകുന്നില്ലേ കഴിഞ്ഞാൽ നമ്മുടെ കാണലൊക്കെ. ഓസ്ട്രേലിയ കഴിഞ്ഞു. ഈ നമ്മൾ സ്വിറ്റ്സർലൻഡിൽ എന്താ ചെയ്യണത്? ഇന്ന് ചെന്ന് ചെക്ക് ഇൻ ചെയ്യുന്നു. അവിടെ അല്ലേ കാണാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അക്കോമഡേഷനിൽ പോകുന്നു. ഇന്ന് റെസ്റ്റ് എടുക്കുന്നു. എന്നിട്ട് നാളെ ഞങ്ങൾ റെയിൻ ഫോൾ, വിച്ച് ഇസ് എ വാട്ടർഫോൾ, അത് കാണാൻ പോകുന്നു. അന്നേരം അന്നും നൈറ്റും ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ സ്റ്റേ ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ വി വിൽ ബി ഗോയിങ് ടു ബാംബർഗ്. അവിടെ ഒരു ഫാമിലി ഫ്രണ്ട്. അത് കഴിഞ്ഞിട്ട് വി വിൽ ബി, ഞാൻ ബെൽറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലോ. ഓക്കെ, ബൈ. അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ സ്വിറ്റ്സർലൻഡിലെത്താം. ഇതാണ് സ്വിറ്റ്സർലൻഡ് ബോർഡർ. In Switzerland now. സോ ഞങ്ങൾ ആദ്യം ജർമ്മനിയിലായിരുന്നു. ദെൻ വി ഡ്രോവ് ടു ഓസ്ട്രിയ. ആ കുഞ്ഞൊരു മറ്റേ കേബിൾ കാറിൻ്റെ സംഭവമുള്ള സ്ഥലം കാണിച്ചു തന്നില്ല. അത് കഴിഞ്ഞിട്ട് now we are in Switzerland. ഞാൻ സ്വിറ്റ്സർലൻഡിൽ നിന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മളിരിക്കും ഭയങ്കര മഞ്ഞും തണുപ്പും ഒക്കെ ആയിരിക്കും. സത്യം പറയുള്ള നല്ല കാലാവസ്ഥയാണ്. UK-യിലേക്കാളും ചൂടുണ്ട് സ്വിറ്റ്സർലൻഡിൽ ഇവിടെ വന്നിട്ട്. അവരുടെ പള്ളിയിലെടുത്ത് വന്നാണ് പള്ളി കാണാനായിട്ട്. ദെൻ ഒരു കത്തീഡ്രലാണത്. അത് കഴിഞ്ഞിട്ട് ദെൻ വി വിൽ ഗോ ടു another place. സോ നമുക്ക് കത്തീഡ്രൽ കണ്ടിട്ട് വരാം. യേശുവിൻ്റെ മരണവും പിന്നെ യേശുവിടെ ജനനവും നല്ല ഭംഗിയിൽ ഇങ്ങനെ സ്കൾപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നൈസ്. ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ പള്ളിയുടെ ഡോറ്.
നല്ല കാലാവസ്ഥ. ഞങ്ങൾ കണ്ടേ. It's not possible to visit the castle, but a short film, Princely Moments, was daily providing interesting insight of the castle. As interesting. So, castle ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് they have a miniature version of the castle here. കണ്ടോ, കല്ലിൻ്റെ മുകളിൽ കാസിൽ ഇങ്ങനെ. ബാക്ക് ഗേറ്റ് വരെയുണ്ട്. ആൻഡ് ദെൻ കാസലിൻ്റെ മോളാണ് അവിടെ കണ്ടോ ആ മൂല. It is a cutesy town. It's very different to what we saw from Germany. കുറേ പടമൊക്കെ വരച്ചത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ കുറച്ചും കൂടി ക്ലീനാണ്. സോ അധികം പെയിൻറ്റിങ്സ് അങ്ങനെയൊന്നുമില്ല. പെയിൻറ്റിങ്സ് ബിൽഡിങ്ങിന് വരച്ചേക്കുന്ന എല്ലാം ലൈക്ക് 1 കളർ 2 കളർ ഷെയ്ഡ്സിലാണ്. ബട്ട് സ്റ്റിൽ ഫ്രഞ്ച് വിൻഡോസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ് ലുക്സ് വെരി ക്ലീൻ ആൻഡ് നീറ്റ്, ലൈക്ക് സോ ക്ലീൻ ഗൈസ്, സോ ക്ലീൻ. കയറാൻ പറ്റാത്ത കാസിൽ. Turn left. Accommodation. Hello, Marshall. നമ്മുടെ ഗാർഡൻ എക്സ്പ്ലോറിങ്ങിന് പോകണം. അപ്പം നമ്മുടെ വീട്, നമ്മൾ താമസിക്കുന്ന വീട് ഇതാണ്. ഇതിന് മുകളിലൊരു ഗാർഡൻ ഉണ്ട്.
ലെറ്റ്സ് ഗോ ദെയർ. ഞാൻ വിചാരിച്ചു ഇവിടെ ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ. ഭയങ്കര തണുപ്പല്ല, ഇച്ചിരി തണുപ്പായിരിക്കും, കാരണം UK ഇച്ചിരി തണുപ്പായി തുടങ്ങി. ബട്ട് ഇവിടെ നല്ല വെയിലാണ്, ലൈക്ക് ഒരു സമ്മർ ടൈം പോലെയാണ് ഇവിടെ. 23 അങ്ങനെയൊക്കെ അത്രയൊക്കെ ഡിഗ്രി ഉണ്ട്. സോ ചെറിയൊരു ജമ്പർ കാർഡിങ്ങനെ കൊണ്ടുപോകാൻ രാത്രിയാകുമ്പോൾ ചെറുതായിട്ട് തണുപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഗാർഡൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഈ പ്ലേസിൽ. ആൻഡ് ഇറ്റ്സ് വെരി ക്യൂട്ട്സി പ്ലേസ്, ലൈക്ക് ഇറ്റ്സ് നോട്ട് ഇൻ എ ടൗൺ, ഇറ്റ്സ് ഇൻ എ കൺട്രി സൈഡ് പോലെയാണ്. സോ ലെറ്റ്സ് ഗോ എക്സ്പ്ലോർ. എന്നെ ചിലപ്പോൾ കാണാൻ പറ്റില്ല. ഞങ്ങളിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ സമയം കിട്ടുന്നത്, കാരണം നാളെ നിങ്ങൾ വീണ്ടും രാവിലെ ഡ്രൈവിനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ലേറ്റാവും. വെയിലുള്ളപ്പോഴാണ് ഇത് കാണാൻ പറ്റുള്ളൂ. സോ ലെറ്റ്സ് ഗോ. ഇവർക്ക് കുഞ്ഞ് കിച്ചണുണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട്. ലെറ്റ് മീ ഷോ യു ഗൈസ്. ലുക്ക് അറ്റ് ദിസ്. പിള്ളേർക്ക് മണ്ണും ചെളിയൊക്കെ വാരി കളിക്കാനായിട്ട്. ഇതിപ്പോൾ ക്ലാക്സൺ ഫാമിൽ എത്തിയ പോലൊരു ഫീലിംഗ്. ഫയർ ഇടാം അവിടെ. ഫയർ ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ചില്ല് ചെയ്യാനൊക്കെ ആയിട്ട്. അവർക്കൊരു ഹാമക്കൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഹൗസ് ഓണർ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഇവിടെ ലൈക്ക് മരമൊക്കെ മുറിച്ച് വെക്കായിരുന്നു. അങ്ങനെയല്ല, ഇറ്റ്സ് ലൈക്ക് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന. അവാണ് സ്റ്റേ ചെയ്യുന്നേ. എനിക്ക് കുറച്ച് നേരം കിടക്കണം. ഇല്ല, മോളി നോക്കിയേ. മോളി നോക്ക്. Yes. Let me give them my POV. This is the POV from Marshall. So basically background നോക്കാം നമ്മളുണ്ട്. ഇനി ഇവിടെ കിടന്നിട്ട് മുകളിലേക്കുള്ള POV ഞാൻ കാണിച്ചു തരാം. Ready? So this is Marshall. Ready? This is the POV from up the top. കടന്ന് നമ്മളിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ, oh my god, this is so cool. ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട്. റോങ് ഹൗസ്. ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട്. ഇതെന്തൊക്കെ പ്രാണികളും ജീവികളും അങ്ങോട്ട് ഉള്ളത് നോക്കട്ടെ. ഇത് ആർട്ടിച്ചോക്കല്ലേ? Oh, nice. Artichoke here. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര്. ലൈക്ക് വീടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നൗ ഐ അണ്ടർസ്റ്റാൻഡ് മൈ പീപ്പിൾ സേ സ്വിറ്റ്സർലാൻഡ് ഈസ് വെരി പിക്ചറസ്ക്. ലൈക്ക് സമ്മർ ആണെങ്കിലും ആ പൈൻ ട്രീസും എല്ലാം വന്നിട്ട് സോ പ്രിട്ടി. അവിടെ റാൻഡം കിളി പറന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എപ്പോൾ എന്നെ വീട്ടിലെടുക്കാൻ നോക്കിയാൽ ഓടിപ്പോകും. ഭാഗ്യത്തിന് ഈ ക്യാമറയിൽ കിട്ടും, മറ്റേ ക്യാമറയിൽ പക്ഷേ എനിക്കിതിൽ 2 times സൂം ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫാർ ഈ സ്ഥലം ഈസ് വെരി പ്രിട്ടി, വെരി പിക്ചറസ്. കുറേ പൈൻ ട്രീസ് ഉണ്ട്. ആൻഡ് ഐ മീൻ കുറേ. ആൻഡ് വാക്കിംഗ് പൈൻ ട്രീ കൂടെ നടക്കാമല്ലേ. പൈൻ ഫോറസ്റ്റുകളിലൂടെ നടക്കുകയാണ്. എവിടെ എത്തും എന്തെത്തും എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മമ്മിയും പപ്പിയും ഞങ്ങളെ ബാക്ക് ഗാർഡൻ നേരത്തെ കാണിച്ചു തന്നത് അവിടെയാണ്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഈ പൈൻ ഫോറസ്റ്റ് കണ്ടപ്പോൾ വി ആർ ലൈക്ക്, ഓ വൈ ഡോണ്ട് വി ജസ്റ്റ് ഗോ ഇൻ ആൻഡ് ചെക്ക് എ ഫ്യൂ സ്റ്റെപ്സ് ഔട്ട്. ഇത് കുറേ നടക്കാനുണ്ടിട്ടാണ് വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, കുറേ നടക്കാനുണ്ട്. നെറ്റില്ലല്ലോ. We found this amazing view while we were walking. It's very, very, very postcard picturesque. Noticed here is കുറേ നേച്ചർ സാധനങ്ങളുണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ ആൾക്കാർ അധികമില്ല കേട്ടോ. സോ ഞങ്ങൾ നടക്കാണ്, അധികം ആൾക്കാരൊന്നുമില്ല. അവിടെ കുറച്ച് ആൾക്കാർ മറ്റേ ഫയറൊക്കെ ഇട്ടിട്ട് ക്യാമ്പിങ് പോലെ ചെയ്യുന്നുണ്ട്. ക്യാമ്പിംഗ് അല്ല, മറ്റേ ക്യാമ്പ് ഫയർ പോലെ ചെയ്യുന്നുണ്ട്. ബട്ട് ലൈക്ക് ദിസ് വ്യൂ ഈസ് വെരി പ്രിറ്റി. എല്ലാ വ്യൂ ഈസ് വെരി പ്രിറ്റി. ബട്ട് ഞങ്ങൾ വണ്ടിയിലൊക്കെ ഇരുന്ന് ലൈക്ക് ഒരു നിയർലി 3-4 hours ഡ്രൈവൊക്കെ ചെയ്ത് വി വർ എക്സോസ്റ്റഡ്.
കാരണം രാവിലെ ഞങ്ങൾ 2-3 വണ്ടിയിലിരിക്കുമ്പോൾ ഗൈസ് കം ഓൺ വണ്ടിയിലിരുന്ന് കുറേ നേരം ഇരുന്ന് യു ആർ എക്സോസ്റ്റഡ് ബൈ സിറ്റിംഗ് ഇൻ ദ കാർ. ഇതിനിപ്പോൾ എന്താ പറയുന്നത് താഴെ കമന്റ് അടിക്കും ഇഫ് യു ആർ സിറ്റിംഗ് ഇൻ ദ കാർ ആൻഡ് യു ആർ എക്സോസ്റ്റഡ് ആസ് വെൽ. നമ്മൾ വണ്ടിയിൽ ഫുൾ ടൈം ഇരിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ എക്സോഷൻ ലെവൽ ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഡ്രൈവ് ചെയ്യുന്നവർക്ക് കൂടുതൽ എക്സോഷനാണ്, കാരണം നമ്മുടെ ബോഡിയും ഫുൾ ഇങ്ങനെ ഒരു പൊസിഷനിലാണല്ലോ ഇരിക്കുന്നത് വണ്ടി ഓടിക്കാനായിട്ട്. ബട്ട് നമ്മൾ വണ്ടിയിൽ ഇരിക്കുന്ന ആൾക്കാരും ഇസ് ഗെറ്റ് ടയറിങ് ആസ് വെൽ കുറേ നേരം വണ്ടിയിലിരുന്ന് കഴിയുമ്പോൾ. ബട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ചെല്ലാവരും അടുത്ത് പിന്നെ ഞങ്ങളടുത്ത് നടക്കാൻ പോകാമെന്നും പറഞ്ഞ് മാർഷൽ ഞങ്ങൾ നിർബന്ധിച്ച് പുറത്ത് കൊണ്ടാണ്. ആൻഡ് വി ഗെറ്റ് എൻജോയ് ദിസ് വ്യൂ വിച്ച് ഈസ് വെരി വെരി നൈസ്. ഫുൾ സ്വീപ്പ് ഓഫ് ലൈക്ക് ദിസ്. നല്ല ഭംഗിയാണ് എല്ലാം കാണാനായിട്ട്. ഇഷ്ടപ്പെട്ടു. നല്ല സ്ഥലം, എവിടെ നോക്കിയാലും പച്ചപ്പും ഹരിതാപവും പച്ചപ്പും ഹരിതാപവും. സ്വിറ്റ്സർലൻഡിലെ വ്യൂ ഡിഫറെൻ്റ് അല്ലേ? എക്സാക്ട്ലി. പക്ഷെ ആൽപ്സ് കാണാൻ പറ്റുമോ? ഇല്ല. ആൽപ്സ് കണ്ടിട്ട് അവിടെ നല്ല നടപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ അവിടെ പോണില്ല. നമ്മളിന്ന് ഇത് ചിക്കൻ ബോൾസ് പോലത്തെ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് ചോറ് നമ്മൾ വീണ്ടും വെക്കുന്നു. പകുതി ചോറ് പോയതുകൊണ്ട് അടുത്തത് നമ്മൾ മോര് കറിയാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിരുന്നു, പെയർ, ബനാന, അങ്ങനെയൊക്കെ ഇഡലിന്ന് അത് ഞാൻ കാണിച്ചൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ മുളകൊക്കെ ഇട്ടിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി. അതാണ് ഈ കറികളൊക്കെ. ഇനി ചോറ് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാം. ഇന്നത്തെ ടയറിങ് യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ ഞങ്ങൾ റെയിൻഫോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവാണ്, വിച്ച് ഈസ് ലൈക്ക് എ വാട്ടർഫോൾ പോലത്തെ സംഭവമാണ്. എക്സൈറ്റഡ് ടു ഗോ ആൻഡ് സീ ദാറ്റ്. ദാറ്റ്സ് ദ ഓൺലി തിങ് വി പ്ലാൻ ഫോർ സ്വിറ്റ്സർലൻഡ്. ബാക്കിയെല്ലാം വന്നത് ലൈക്ക് സഡൻ പ്ലാൻസ് ആയിരുന്നു, വിച്ച് ഈസ് കൈൻഡ് ഓഫ് നൈസ് അല്ല, എല്ലാം കൂടി പെട്ടെന്ന് കം ടുഗദർ ചെയ്ത്. സോ ഓക്കെ, so I'm gonna end today's vlog here and then we'll pick up tomorrow. So I'll see you guys tomorrow and have a good day. And if you haven't subscribed, please subscribe and I'll see you guys in the next video.